എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം 22 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു. 21 കല്യാണം കഴിക്ക് 21 കഴിക്ക്. അതായത് കിച്ചുവിന്റെ പ്രായമുള്ള ഒരു പയ്യനാണ് അവൻ എന്നാണ് പറയുന്നത്. ഞാൻ അതാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കുന്നുള്ളത്. എന്ത് ഊളത്തരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 21 എന്ന് പറയുമ്പോ കണ്ണ് കാണാത്ത ആരെങ്കിലും ആണോ? ചോദിക്കട്ടെ. ഈ മുതുമുത്തശ്ശിയൊക്കെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോ കോമഡി എന്റെ പൊന്നോ. കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണോ ഇനി? അറിയില്ല കേട്ടോ. അപ്പൊ ഹനാൻ പറഞ്ഞ ആ ഒരു ചെക്കന്റെ പ്രായം ഏകദേശം 20-21 എന്നൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഏജിലാണ് മുഴുവൻ ഇതെന്ന് തോന്നുന്നു കേട്ടോ. ഇൻട്രസ്റ്റ് മൊത്തം അതുമലാണെന്ന് തോന്നുന്നു. അന്ന് ഹനാൻ പറഞ്ഞ ശബ്ദം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാൻ ഇനി അത് കുത്തിപ്പൊക്കൊന്നുമില്ല. കാരണം ഹനാനെ നേരിട്ട് കണ്ടിട്ട് പോലും ഒരു കഴുത്തിന് പിടിച്ചൊരു ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ, നീ എന്തിനാട്ടി ഇല്ലാക്കാതെ പറഞ്ഞു എന്നുള്ളത്, അതൊന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് എക്സ്പ്ലനേഷൻ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ 20-21 ആണ് ആളുടെ താല്പര്യമുള്ള വയസ്സെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം, നമുക്ക് വേണമെങ്കിൽ അത് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. വേണമെങ്കിൽ കേൾക്കാട്ടോ. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 കല്യാണം ഓക്കെ. ആർക്കും അപ്പൊ 21 എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും എനിക്കിഷ്ടമാണ് അവനിഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ആ വീട് ആരാധകർ എന്റെ പൊന്നെ രേണു ചേച്ചി ഒന്ന് വിടട്ടെ. കേട്ടില്ലേ? 21 വയസ്സുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കെട്ടും, അങ്ങോട്ടും കെട്ടും, പ്രേമിച്ച് തന്നെ കെട്ടും, ഇഷ്ടമാണെങ്കിൽ കെട്ടും എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മനസ്സിനുള്ളിൽ അത് തന്നെയാണ് കിടക്കുന്നത്. കാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്, ഞാൻ കെട്ടും, ഞാൻ കെട്ടില്ല, ഞാൻ കെട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ, ഞാൻ കെട്ടിയാൽ നിങ്ങൾക്കെന്താ. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഈ അപരാധം ഒന്ന് സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്രേ ചോദിക്കുന്നുള്ളൂ. എന്ത് കാട്ടപരാധാടെ കണ്ടുകൊണ്ടിരിക്കുന്നേ. അതിനിടയിൽ രണസുനയുടെ ഒരു ഫോട്ടോ ഒരാൾ നോക്കി വരച്ചു, ചിത്രം അത്രക്ക് നന്നായില്ല, അതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിരുന്നു. കളിയാക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇടക്കിടക്ക് പറഞ്ഞ വാക്കാണ്, ഞാൻ കേരളത്തിന്റെ തമന്ന ചേച്ചിയാണ്. അതൊന്നും പറയാൻ ഒരു ഉളുപ്പില്ല കേട്ടോ. ഒരു ഉളുപ്പില്ലാത്തതൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. സത്യം പറയാച്ച വെറുപ്പാണ്. ഞാൻ കുറച്ച് ദിവസമായി തോന്നുന്നു ഇവരെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മടുപ്പ്, നമുക്ക് തന്നെ ഭ്രാന്തിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, ബ്രോ ഇതൊന്ന് റിയാക്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നത്? അവർ റീചാർജ് ചെയ്തിട്ട് സമാധാനമായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓടി വരും രണസുന്നന്റെ പൊന്നെ, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം. അതിനിടയിൽ ധന്യ ഇവർക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായി നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത് എന്നുള്ളതാണ്. രണസന്നയുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയും ഊളത്തരം ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ കിച്ചുവിന്റെ പ്രായമുള്ള ചെക്കനാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രേമിച്ച് കെട്ടുന്നാ പറയുന്നത്. എന്ത് മെസ്സേജ് ആണോ അതിലൂടെ അവർ കൊടുക്കുന്നേ? കെട്ടും കെട്ടൂല, ഡബിൾ സ്റ്റാൻഡിന്റെ എന്റെ ഡബിൾ സ്റ്റാൻഡ് സിംഗമേ, എന്താ ഞാൻ പറയാ. എന്താ ധന്യ പറയുന്നുണ്ട് കുറച്ച് കാര്യം, ഒന്ന് കേക്ക് നിങ്ങള്. ക്ലീവേജ്, നേവൽ, ബ്രസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ ഇറുക്കി പിടിച്ചിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്? എന്താ അതിനെതിരെ പറയേണ്ടത്? എന്ത് പറയണം ഞാൻ? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്നോ? ചെയ്യാതിരിക്കും. എന്നിട്ട് നമ്മളിവിടെ വന്നിരുന്നിട്ട് നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യരുത്, കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള കുറച്ച് ഈ ചെറിയ ഏജുള്ള 18 വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികൾ കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് തുടങ്ങിയിട്ട് ശരീര പ്രദർശനം നടത്തുന്നു. ഇവരെ കണ്ടിട്ട് ശരീരം പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? എന്തിനുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഞാൻ ചോദിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് നിങ്ങളോട്, എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ചോദിക്കണം, എന്താണ് സൊല്യൂഷൻ? നമുക്ക് എല്ലാവർക്കും കൂടി മെയിൽ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിന്. അത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് എത്തും ഇവര്. യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ട് ലൈവ് പോകാനുള്ള, പൈസ കൊടുത്ത് ലൈവ് പോകാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബിന് മെയിൽ ചെയ്യും. ഇവര് വാട്സ്ആപ്പ് ത്രൂ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് അങ്ങനെ വരില്ല. ചുണ്ട് പൊട്ടിയതാണെങ്കിൽ, ചുണ്ട് പൊട്ടുമ്പോൾ വേദന എടുക്കൂലേ? നിങ്ങളെ ഉമിനീര് കൊള്ളുമ്പോൾ കത്തൂലേ? കത്തി എക്സ്പ്രഷൻ ആണോ അത്? അതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും നിങ്ങളെ ചുണ്ടുകൊണ്ട് നിങ്ങളെ നാവ് വെച്ചിട്ട് ലൈംഗിക ചൊവ്വയോടുകൂടി സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ടു. എന്താ അതിനെന്താ? ഇപ്പോ ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞു അത് ഭയങ്കര വൾഗർ ആയിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്ട്രീംലി വൾഗർ. സോ നിങ്ങൾ അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങള് അവര് പൈസ കൊടുത്തിട്ട് വരുന്നു, നിങ്ങൾ കാണിക്കാൻ അവിടെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ.
ഞാൻ സബ് ചെയ്ത ആളുകൾക്ക് പലതും കാണിച്ചു കൊടുക്കും. ചിലപ്പോ ഈ സാധനം കാണിച്ചു കൊടുക്കും. പശു കാടിവെള്ളം കുടിച്ചിട്ട് അവസാനം വരെ കാട്ടലേ ഈ സാധനം കാണിച്ചു കൊടുക്കും. ഇത് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യമില്ലാതെ എക്സ്പ്ലനേഷൻ, ഞാൻ ചുണ്ട് പൊട്ടിയത് കാണിച്ചു കൊടുത്തതാ, അതാണ് ഇതാണ്, എന്തായാലും ഒരു തരത്തിലുള്ള നാണും മാനും ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ, കാണിച്ചങ്ങ് കൊടുക്ക്, എത്രേ പറയുന്നുള്ളൂ. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷെ അതിൽ സബ് ചെയ്തിരിക്കുന്ന ആളുകളുടെ മനോവികാരം നിങ്ങളത് ആലോചിച്ച് നോക്കണേ. ആരൊക്കെയാണ് സബ് ചെയ്തതെന്ന് അറിയാൻ പറ്റുമെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നല്ലേ. ഇനി മറ്റേക്ക് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഇങ്ങനെ സബ് ചെയ്ത ആളുകൾ ആരാണെന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്, മറുപടി ഒന്നും വന്നില്ല. വരികയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്നുള്ളതാണ്. ആരാ സബ് ചെയ്തതെന്ന് കാണാലോ. രണസുനയെ സബ് ചെയ്ത കുറെ ആളുകളിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. പല സ്ത്രീകളും സബ് ചെയ്തിട്ടുള്ളത് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള ചാനലിലൂടെ ഈ വീഡിയോ പുറത്തു വിടാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ചില ആണുങ്ങൾ സബ് ചെയ്തിട്ടുള്ളത് അതിലുള്ള വീഡിയോസ് ചൂണ്ടാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വരുമ്പോൾ അത് റിയാക്ട് ചെയ്യും നമ്മളെ പോലെയുള്ള ആളുകൾ. ഇത്രേ ഉള്ളൂ. എന്തായാലും വളർന്നു വരുന്ന 2 മക്കളുണ്ട്. അതിൽ കിച്ചുവിന്റെ കാര്യം മാറ്റി വെക്കുക. കിച്ചു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഈ കാട്ടപരാധം കണ്ട് മടുത്ത് പ്രാന്ത് ഇടിച്ചിട്ട് മൂലക്ക് ഇരിക്കുക എന്നുള്ളത്. ഇനി അവന്റെ പ്രായമുള്ള ഒരു പയ്യൻ വന്നാലും കല്യാണം കഴിക്കാൻ തയ്യാറാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇത് പോയി. പിന്നെ വരുന്നത് ഋതപ്പ മാത്രമല്ല, അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലുണ്ടല്ലോ അല്ലെ. ഇവർക്കൊന്നും എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കാൻ കഴിയുക? അവരങ്ങനെ അവസ്ഥ ആലോചിച്ച് നോക്ക്. കഷ്ടപ്പാടാ തോന്നുന്നത്. പല തൊഴിലുറപ്പിനും പോയി ജീവിക്കാൻ നല്ലത്. ഞാൻ കാര്യമായിട്ട് പറയാം. ഇങ്ങനെ ഊളത്തരം കാണിച്ചിട്ട് ഈ ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കുന്നതിനെക്കാട്ടും നല്ലതാണെന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ പയ്യൻ വളർന്ന് വലുതായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ അവനൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ കൂട്ടുകാരന്മാർ തന്നെ നാളെ അവനോട് ചോദിക്കും, ഈ രീതിയിലൊക്കെയാണ് ഇവർ നടന്നിരുന്നത്, എന്താണ് അവർ ഇങ്ങനെ കാണിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ രീതി ഒന്നും ആവില്ല, മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി നമ്മളെക്കാൾ കുറച്ച് ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ കത്താൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു, ഒരുപാട് വീട്ടമ്മമാര് വന്നു, ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വന്നു. ഇവളുമായി ബന്ധപ്പെട്ടിട്ട് ഗൾഫിലുള്ള ആ പരിപാടി ഇല്ലേ, ആ ഒരു കള്ളക്കടത്ത് അത് എന്നൊക്കെ പറഞ്ഞിരുന്നത്, അതിനെ കുറിച്ചിട്ടൊരു കൃത്യമായ ധാരണ വന്നു. എല്ലാം അവസാനിക്കുന്നു. ഉദ്ഘാടനങ്ങൾ ഗൾഫിലില്ല, പാട്ടും കുത്തും ഇല്ല, നാട്ടില് ആൽബങ്ങളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ പതുക്കെ പുതിയ കോൺട്രവേഴ്സി ഉണ്ടാക്കണം. അതിനുവേണ്ടി പറഞ്ഞത് തന്നെ ആയിരിക്കാം മകന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത്. കഴിഞ്ഞില്ല, ഇനി ഒന്ന് കാണണം നിങ്ങൾ, കേട്ടോ. അതോടെ കണ്ട തവണയല്ല തവളയാന്ന് പറയും. പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ അറിയാതെ നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ, സൂപ്പർ എത്ര പൈസ ഇപ്പൊ മൊത്തത്തില് സബ്സ്ക്രൈബേഴ്സ് മൊത്തത്തിൽ കൂടിയിട്ട്? കൂട്ട് നോക്ക് കൂട്ടാ. എന്നാലും പറ 50,50,000. ഈ പൈസ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? ഒരു BMW എടുക്കുവോ? ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങളെ കേരളത്തിന്റെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, 1 മാസത്തിന്റെ ഉള്ളിൽ ഇൻസ്റ്റഗ്രാം പൂട്ടിയിരിക്കും. അമ്മാതിരി ഡയലോഗുകളാണ് ഇപ്പൊ അതിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തീർച്ചയായും മെറ്റ വെരിഫിക്കേഷൻ നടത്തുക തന്നെ ചെയ്യും. പിന്നെ ചില ആളുകളുടെ ഒരു വിശ്വാസമുണ്ട്, അതായത് ഇത് പൂട്ടി കഴിഞ്ഞാൽ അടുത്ത് തുറക്കാലോ എന്നുള്ളത്. സ്വന്തം ID കാർഡ് വെച്ചിട്ടായിരിക്കുമല്ലോ ഒരാളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഡാറ്റ വെക്കണം. അത് ID കാർഡോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വെക്കണം. എന്നതിന് ശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് മെറ്റ നമുക്ക് ശമ്പളം തരുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് തരുള്ളൂ അല്ലെ. ഈ ഫണ്ട് നിരന്തരം കിട്ടിയിരുന്ന ഒരാൾക്കെതിരെ റിപ്പോർട്ട് ഹ്യൂജ് ആയിട്ട് ബൾക്കായിട്ട് വന്നിട്ട് അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തെന്ന് കൂട്ടുക. അതിനുശേഷം ഒരു 2ാമതൊരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്വന്തം ID കാർഡ് വെച്ചിട്ട് വേണം വെരിഫിക്കേഷൻ നടത്താൻ. നടക്കൂല. ആ അക്കൗണ്ട് വെച്ചിട്ട് പിന്നെ മെറ്റയിൽ ഒരു പരിപാടി നടക്കൂല. പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. നല്ല 8ന്റെ പണി രണസുനക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, ഇമാതിരി ഊളത്തരം കാട്ടവരാതാണ് കാണിക്കുന്നത് വെച്ചാൽ ഒന്നും നോക്കേണ്ട, നിർത്താതെ റിപ്പോർട്ട് അടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവർക്ക് ആഴ്ച ഒരു ഉളുപ്പില്ല. അവരിനി എന്ത് കാണിച്ചാലും വേണ്ടില്ല, ജീവിച്ചാൽ മതി എന്ന രീതിയിലേക്കായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ശരീരം പ്രദർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എന്റെ സബ്ബടിച്ച ആളുകൾക്കേ കാണിക്കുന്നുള്ളൂ. അത് ഉളുപ്പില്ലാതെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പുറത്തു വിടുന്ന ആളുകൾ എന്നാ പറയുന്നത്. ഇത് പുറത്തു വിടുന്ന ആളുകൾ കണ്ട് ആസ്വദിക്കാനും മാത്രമുള്ള ഒരു തേങ്ങാക്കുലയിലില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവരത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നേരെ പുറത്തു വിടും, അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് കണ്ട് ആസ്വദിക്കാതെ എന്ത് തേങ്ങാക്കലേ ഉള്ളത്. സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ ഈ 299 399 ഒക്കെ മാസം കൊടുത്തിട്ട് എന്തിനാണ് ഈ വർഗം കൊള്ളിയും തേങ്ങാക്കൊലൊക്കെ കാണാൻ നിൽക്കുന്നത്? മറ്റുള്ള സൈറ്റുകളിൽ കയറിയതിലും കൂടുതൽ കാണാൻ പറ്റുമല്ലോ എന്നാ പറഞ്ഞത്. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത് എന്തിനാണ് ആൾക്കാർ ഇതിൽ സബ്ബടിച്ചിരിക്കുന്നത്? അവരെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് പോലും തോന്നുകയാണ്, ഇത് നല്ല പരിപാടിയാണല്ലോ, പൈസ ഉണ്ടാക്കാലോ എന്നുള്ളത്. ചില ആളുകൾ മുഖം മറച്ചിട്ട് ശരീര പ്രദർശനം ഒരു സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മെറ്റ കൊടുത്തൊരു പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം മുഖം റിവീൽ ചെയ്യാതെ ഇൻസ്റ്റഗ്രാം വഴി ഫണ്ട് കിട്ടൂല. അത് ID കാർഡ് വെക്കണം, ഫോട്ടോ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ഫണ്ട് കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് പ്രസിഡന്റ് ഒപ്പുവെച്ച ആ ഒരു പേപ്പർ, അതൊക്കെ മെറ്റക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഇത്തരം ഉള്ളടക്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പരാതി കൊടുത്താൽ ഉടനെ തന്നെ അക്കൗണ്ട് റിമൂവ് ചെയ്യപ്പെടും. ഒരുപാടെണ്ണം അത് റിമൂവ് ആയി പോയിട്ടുണ്ട്. വീണ്ടും വീണ്ടും തുറക്കുന്നു. അങ്ങനെ പർപ്പിൾ ലേഡി. ഇവിടെ രണസുനയുടെ ഈ അഹങ്കാരത്തിന് കിട്ടണം പണി. തീർച്ചയായിട്ടും പണി കിട്ടുന്നെ വേണം. കുറെ ദിവസങ്ങളല്ല, കാലങ്ങളല്ല, വർഷങ്ങളായിട്ട് ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ട്. ഈ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല എന്നുള്ളതാണ്. നമ്മളെ എത്ര വിധവമാരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള വിധവേനെ കണ്ടിട്ടുണ്ടാ? എന്തൊക്കെ പേര, വട, നിക്കറ്, എന്താ തമന്നയാണ് പോലും. തമന്ന, എന്റെ പൊന്നെന്ത് തമന്ന. അതിനുള്ള ഡാഗിനി അമ്മൂമ്മ, ഒരുപാട് പേരുകൾ വന്ന് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് തമന്ന മേഡം എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. 21 വയസ്സുള്ള പയ്യനെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന രണസുന. കിച്ചു ഒക്കെ ജീവനും കൊണ്ട് ഓടിയ നന്നായി എന്ന് പറയേണ്ടി വരും. അവൻ എന്തായാലും ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കില്ല. അവന് വ്യക്തമായ ഒരു ധാരണ ഇപ്പൊ ഇതിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ജീവിച്ചാൽ മതി എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവരെ ഇനി മൈൻഡ് ചെയ്യേണ്ട എന്ന് ചെക്കൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ അവൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യുമെന്ന് ദൈവം നമ്പുരാനും പോലും അറിയില്ല. കാരണം മടുത്ത് ഒഴിവാക്കി, ഇനി ഉണ്ടാവൂല. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതുപോലെ മെറ്റയ്ക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് അടിക്കാനും അതിലൂടെ മെയിൽ അയച്ചു കൊടുത്താലും തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യ പ്രസിഡന്റ് ഒപ്പുവെച്ച ആ ഒരു ലിങ്കും കൂടി കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ഇന്ത്യയിൽ ഇങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കാൻ കഴിയുന്നവരൊക്കെ റിപ്പോർട്ട് അടിക്കുക. കൂട്ടത്തിൽ അത് അറ്റാച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. അത്ര പറയുന്നുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആളുകളെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അവരുടെ നാടിന്റെ വില കളയുന്നതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഉളത്തരത്തിന് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ എന്ത് മനോഭാവം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ. സ്വന്തം വീട്ടിലല്ല നടക്കുന്നത്, അതുകൊണ്ടാണെന്നുള്ളതാണ്. നമ്മൾ നിരന്തരം പറയുന്നത് പോലെ തന്നെ ഈ മക്കൾ വളർന്നു വലുതാവുന്നുണ്ട്. അവരിത് കണ്ടു കഴിഞ്ഞ് ഭാവിയിൽ എന്ത് പറയുമെന്ന് നമുക്ക് കണ്ടറിയാം. രണസുന നാളെ ഇതും പറഞ്ഞുകൊണ്ട് കരയുന്നത് ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.